ചേച്ചി ഈ അച്ചാർ ഞാൻ കവറിന്റെ അകത്താക്കി സൈഡിൽ വെക്കുന്നുണ്ടേ. പപ്പാക്ക് ഇത് ഭയങ്കര ഇഷ്ടം. അതാ ഞാൻ ഒരു ചെറിയ കുപ്പി ഇവിടെ വെച്ചായിരുന്നടി. എന്തിനാ? ഒരു ഇച്ചിരി പഞ്ചസാര എനിക്ക് ചായ കുടിക്കാൻ വേണ്ടിട്ട് കിട്ടി. പിന്നെ പഞ്ചസാര ഇല്ലാത്ത വീടാണ് അത്. പഞ്ചസാര ആശുപത്രിയിലോട്ടല്ലേ പോണത്? അത് ഇല്ലെങ്കിൽ അവിടുന്ന് ഗ്ലീറ്റോസിനെ കൊണ്ട് വാങ്ങിപ്പിച്ചാ പോരെ. എന്തിനാ ഇവിടുന്ന് ചുമന്നോണ്ട് പോണത്? നീ പറഞ്ഞ പോലെ വിത്തൗട്ടാ കുടിക്കുന്നത്. അവിടെ 2 ദിവസം കിട്ടിയത് വിത്തൗട്ടാന്ന് പറഞ്ഞു. എനിക്ക് നേരത്തെ പഞ്ചസാര ചുമന്നോണ്ട് പോകേണ്ട കാര്യം ഇതിന് ഞെത്തങ്ങാനും വീണാലോ പറഞ്ഞ്. പിന്നെ എനിക്ക് പഞ്ചസാര ചായ കുടിക്കാൻ പറ്റൂല. അതാ സൈഡിലോട്ട് വെക്കാം. നീ അച്ചാർ എവിടെയാ വെച്ചത്? അതിൽ അവിടെ ആ സൈഡിൽ തന്നെ. ഞാൻ രംഗേറ്റ് വരായിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ വന്നേനേട്ടാ. ആര് പോയാലെന്താ, ഞാൻ പോയാ പോരെ. എന്നാലും മുത്തേ എടുത്താ? ആ ഡാഡി അതെടുത്ത്. ഓ നോക്കട്ടെ നോക്കട്ടെ. കൈമാറ്റിക്കേ. എന്നതാണ് ചുമന്ന പൂക്കളല്ലേ? ആ അതും മഞ്ഞ പൂക്കളും പിന്നെ മറ്റേ പ്രകൃതി രമണീയത. അത് മറ്റേ തെങ്ങും കാര്യമൊക്കെ. ആ ആ വെള്ള ഷർട്ടും മുണ്ടും തേച്ച് മടക്കി വെച്ചിട്ടുണ്ട്. ആ തോർത്തെടുത്ത് 2 തോർത്തെടുക്കണോന്ന്. ഒരെണ്ണത്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് മടക്കി വെടി. ഈ വെള്ള ഞാൻ ഈ വെള്ളയൊന്നും കൊണ്ടുപോയില്ലാന്ന് പറഞ്ഞു. അവിടെ വല്ല പാർട്ടി പരിപാടിക്ക് പോകണ്ടോ ആശുപത്രിന്ന്? ഇരിക്കട്ടെ, എപ്പോഴാ ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ല. അമ്മ ചുമ്മാ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓ വെള്ളി ആ പറയാം. പിന്നെ ഡാഡി അമ്മ ഇറങ്ങുമ്പോ അവിടെ തന്നെ നിക്കണേ ബസ് സ്റ്റോപ്പിൽ. അമ്മയുണ്ട്. ആ അതും എടുത്ത് വെച്ച്. ഓ ശരി അമ്മ എത്തിയോണ്ട് വിളിക്കണേ. ശരി ഓക്കെ. അമ്മ കറക്റ്റ് ബസ് സ്റ്റോപ്പിൽ തന്നെ ചെന്ന് ഇറങ്ങണം. രാത്രിയാവും. സ്റ്റോപ്പ് മാറിപ്പോവരുത്. നിനക്കെന്താണ് ഇത്ര പേടി? അമ്മയ്ക്ക് ബോധമില്ല മാമി, പറയുന്ന പോലെ ഒന്നുമില്ല. വെളി ഇറങ്ങുമ്പോ വലിയ ബോധമൊന്നുമില്ല. എപ്പോഴും എന്നെയും കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ തക്കുടൂനെയും കൊണ്ടായിരിക്കും. പിന്നെ എനിക്ക് ബസിന്റെ ബോർഡ് വായിക്കാനും കടയിലെ ബോർഡ് വായിക്കാനും ഒന്നും അറിയില്ലല്ലോ. ദൂരം അമ്മ പോയിട്ടുണ്ടോ ഒറ്റയ്ക്ക്? പോയി ശീലിക്കട്ടെന്നേ. അയ്യോ, ഈ ബോധം വെച്ച് നിന്നൊക്കെ ഇത്ര ആക്കിയില്ലേ? അത് മതി. അമ്മ എന്തിനാ ഇത്ര ഇതാവുന്നത്? എനിക്ക് ബോധമില്ലാന്ന് 2 ബോബ് ചെയ്ത പെണ്ണുങ്ങളെ കണ്ടപ്പോ അവക്കിപ്പോ നമ്മളെ വേണ്ട. വലിയ ഡോക്ടറെ നീ വല്ലതും വെക്കാനുണ്ടോ? ഫോൺ എടുത്ത് ഫോൺ ഇതിന്റെ ഉള്ളോട്ട് ഇടാം. ഞാനല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് മറന്നു. ഇത് മറന്നുപോയാൽ ഇവിടെ വെച്ചെന്ന് എന്ത് ലോകം മൊത്തം തപ്പി നടക്കും. ഇവളെന്താ പറയണേ? എനിക്ക് പേടിയുണ്ട്. പേഴ്സ് എടുത്താ? പേഴ്സിന്റെ ഉള്ളിൽ വെള്ളം എടുത്തോ ചേച്ചി? വെള്ളം എടുത്തോ? വാങ്ങിച്ചാ മതി. ബസ് സ്റ്റാൻഡിൽ നിന്ന് 20 രൂപ. അതിന് പിശുക്ക് കാണിക്കരുത്. അതൊക്കെ വാങ്ങിക്കും, ഞാൻ പോട്ടെ. അപ്പതേ പിന്നൊരു കാര്യം, നമുക്ക് വേണ്ട പണിയുണ്ട്. ഓരോ കാര്യം മാമി ഒരു ചായ എടുത്തതാ, ഒരു അതെടുത്തതാന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തരുത്. നിന്റെ പ്രായത്തിൽ ഒരു വീട്ടിലെ പണി മുഴുവൻ ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ ചെയ്യൂലേ അമ്മ പണി വീട്ടില്? ചെയ്യും, എന്നാലും പറഞ്ഞതാ. ആളെ കാണുമ്പോ ഫോണില് ചാർജ് ഉണ്ടല്ലോ അല്ലേ? എന്റെ പൊന്നെ, ഇതിനെന്തൊരു വെയിറ്റ് ഉണ്ട്. നോക്ക് എനിക്ക് പേടിയാവണം. ഒന്ന് ഇറങ്ങി ചേച്ചി, പൊടിയോടുന്നു. ഒരു പൊടിക്കും കൂടെ ചോറിട്ടെ. ചാറുണ്ടല്ലോ ഇച്ചിരി. വേണ്ട, ടേസ്റ്റ് രക്ഷയില്ല. എന്റെ പൊന്നെ, നീ എന്റെ കറിക്ക് ഇത്രയും ടേസ്റ്റാന്ന് പറയുമ്പോ അത്രയും മോശമായിരുന്നു ആ ഹോസ്റ്റലിൽ. ഭയങ്കര അങ്ങനെയൊന്നുമല്ല, മാമിയുടെ കറിയൊക്കെ സൂപ്പർ. എന്തോ അവിടെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ തന്നോണ്ടിരുന്നത്? പല ദിവസങ്ങളിലും പല കറിയാ, പക്ഷെ ഒന്നിനൊരു വികാരമില്ല. ബിരിയാണിക്ക് പറഞ്ഞ വേണ്ട. ബിരിയാണിന്ന് പേര് മാത്രമേ ഉള്ളൂ, എന്റെ അത് ഫ്ലേവർ ഒന്നും കിട്ടൂല. ശോക വരുന്നു മാമി. ഓ ഈ മീൻകറി ആ മീൻകറി എന്തോന്നത് രസോ ഇതൊക്കെ. നിങ്ങൾ പറയണം, അവിടെ നമ്മള് പൈസ കൊടുക്കണല്ലേ? നിങ്ങൾ പറയണ ഇങ്ങനെയാണോ ഉണ്ടാക്കി തരുന്നതെന്ന് ചോദിക്കണം. അവര് വരും, ചോദിക്കുമാണെന്ന് പറയും, പോവും വീണ്ടും. ഇത് നിങ്ങളോട് ചോദിക്കത്തില്ലേ ഫുഡ് നല്ലതായിരുന്നൊക്കെ ചോദിക്കത്തില്ലേ? അപ്പൊ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്നങ്ങ് പറയണം. ചിലപ്പോഴൊക്കെ മാറ്റും, എന്നാലും മാമി നമ്മൾ വീട്ടിൽ വെക്കും. ചിലപ്പോഴേ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ മാമി അമ്മയെ സൂപ്പറായിട്ട് വെക്കും. അപ്പൊ ഞാനിത് കഴിച്ച് അവിടെ പോയപ്പം അവരെ നോർമലായിട്ട് വെക്കുന്ന എനിക്ക് പറ്റണില്ല. ഏത് എനിക്ക് എങ്ങനെയാ തോന്നുന്നത്? ഇച്ചിരി കൂടെ കഴിക്കുന്നത് നല്ലപോലെ വെച്ചിരിക്കുമല്ലായിരുന്നു. മാമി വെക്കാൻ ഇതൊക്കെ കഴിവെക്കാം. അത് വേണ്ട, നീ അവിടെ വെച്ച് ഞാൻ കഴിക്കണം. പിന്നെ
ഒന്നും വേണ്ട, നീ അവിടെ വെച്ചിട്ട് പോ. പോ. എടി, ഞാൻ നീ ഒന്ന് കഴിച്ചിട്ട് പോയിക്കേ. എന്റെ അടുത്ത് അമ്മ എനിക്ക് ഇവിടെയൊക്കെ തുടയ്ക്കണം. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഞാൻ പഠിക്കണ്ട എപ്പോഴായാലും. നാളെ ഇനി എവിടെയെങ്കിലും പോകുമ്പോ ചെയ്യണ്ടേ? അത് നാളെ അല്ലേ, നീ നാളെ പോയി ചെയ്താൽ മതി. ഞാൻ ഇവിടെയൊക്കെ തുടക്കട്ടെ, എനിക്ക് ഇവിടെയൊക്കെ തുടക്കണം, തൂക്കണം. പോ. പോ. ഞാൻ ചെയ്തോളാം. കഴിക്കോളൂ. കഴുകി ഇവിടെയൊക്കെ തുടയ്ക്കണം, ആ തൂക്കണം. എല്ലാം ഞാൻ ചെയ്തോളാം. വെക്കോ. പോ. പിന്നെ എനിക്ക് അറിയത്തില്ലല്ലോ. സത്യം പറഞ്ഞാൽ നിനക്കും കൂടെ അവരോട് പോയായിരുന്നു. പപ്പയൊന്ന് കുളിപ്പിക്കാനോ അങ്ങോട്ട് മാറ്റി കിടത്താനോ ഇരിക്കാനൊക്കെ ഒരു സൗകര്യമാണ്, സഹായവും. അതിപ്പോ ക്ലീറ്റോ ചേട്ടൻ പോയിട്ടുണ്ടല്ലോ. പിന്നെ ചോറും കറിയൊക്കെ വെക്കാനാണെങ്കിൽ ചേച്ചി ഉണ്ടല്ലോ, എല്ലാരും കൂടെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അവള് പറ്റുന്ന ജോലികളൊക്കെ അവള് ചെയ്തോളും. പക്ഷെ അവന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു വിശ്വാസമല്ല. അതെന്ത് വേട്ടാ അങ്ങനത്തെ വർത്തമാനം? ക്ലീറ്റോ ചേട്ടൻ സ്വന്തം പപ്പേനെ പോലും നോക്കാത്ത ഒരാളാണോ? അവനങ്ങനെയൊന്നുമില്ല. എന്ത്? ക്ലീറ്റോ ചേട്ടന് ചേച്ചിനേലും ഇതേ എന്നേലും ഇഷ്ടം പപ്പേനെയാണ്. പപ്പയുടെ കാര്യങ്ങളെല്ലാം ക്ലീറ്റോ ചേട്ടൻ നല്ല വൃത്തിക്ക് ചെയ്തോളും. അതിനിങ്ങനെ ചൂടാവേണ്ട കാര്യം എന്ത്? ചൂടായതല്ലേ എന്നുള്ള കാര്യം പറഞ്ഞത്. ഉള്ള കാര്യം തന്നെ കനക മച്ചമ്മയും പറഞ്ഞത്. എന്ത്? ഏറ്റവും മച്ചമ്മ ആരെങ്കിലും സോപ്പ് ഇട്ട് കുളിപ്പിച്ച് കഴിഞ്ഞാൽ വേണേ കുളിക്കും. അത്ര ഞാൻ പറഞ്ഞോളൂ. ഓ, എന്നിട്ട് അച്ചാച്ചനാണ് എന്നും കുളിപ്പിക്കുന്നത്. അതല്ല, എന്നിട്ട് ഡെയിലി കുളിപ്പിച്ചു കൊടുക്കുന്നത് അച്ചാച്ചനായിരിക്കും. ഇത് അച്ചാച്ചനെ കൊണ്ടുപോകാത്തതിന്റെ കുശുമ്പാണ് അച്ചാച്ചന്. എന്ത് കുശുമ്പ്? എന്നെ വിളിച്ചിട്ട് ഞാൻ പോകാഞ്ഞതാ. ഞാൻ പോയി കഴിഞ്ഞാൽ തക്കുടിന്റെ മുത്തുവിന്റെ കാര്യം ആര് നോക്കും? അനി ഞാനില്ല ഇവിടെ. വീടിന്റെ കാര്യം ആര് നോക്കും? പിന്നെ വീട്ടില് കൊട്ടപ്പടി സാധനം ഇരിക്കല്ലേ, വീട് നോക്കി ഇരിക്കാനായിട്ട്. പിള്ളേരോടെ അവരിതുവരെ എഴുന്നേറ്റിട്ട് പോലും ഇല്ല. എഴുന്നേറ്റില്ലേ? താമസം എഴുന്നേറ്റാലും മതി. മുത്തുണ്ടല്ലോ, മുത്താണ്. വീട്ടിലെ പെർഫോമൻസ് ഒന്ന് കാണുമായിരുന്നു. തങ്കം ചേട്ടത്തി ഇല്ലാത്തതുകൊണ്ട് ഒരു കുറവ് അറിയിക്കാതെ എല്ലാ കാര്യങ്ങളും തക്കുടിന്റെ ഓരോ തുണിയിലെടുത്ത് കഴുകി, ഒര മൊത്തം തൂത്ത് കൊടുച്ചു. എൻ്റെ ബെഡ്ഷീറ്റ്, തലയാണയുടെ പില്ലോ എല്ലാം മാറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്തു. എൻ്റെ ഒരു കണ്ടുപിടുത്തം വെച്ചിട്ട് മച്ചമ്പിയുടെ ആ ഉത്തരവാദിത്വം ഇല്ലാതെ അതേപോലെ കൊച്ചിന് ആ ഒരു ഇത് ഉണ്ടല്ലോ. അത് എടാ ബോധമില്ലാത്തവനെ, ഉത്തരവാദിത്വ ബോധം ആ പറഞ്ഞ സാധനം എനിക്കില്ലല്ലോ, അതില്ല. അതുകൊണ്ട് പറഞ്ഞു. ഞാൻ അവരെ പോയി വിളിച്ചിട്ട് വരാം, അല്ലെങ്കിൽ പിന്നെ ഉച്ചവരെ കിടന്ന് ഉറങ്ങും. ആ ശരിയാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതെ അതെ, ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല, ഒരു ഭക്ഷണം സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഭക്ഷണം തേടി വരുമ്പോൾ നമ്മൾ സന്തോഷപൂർവ്വം കഴിക്കുക. ഞാൻ കുട്ടികളായിരുന്നു പറഞ്ഞത്. കുട്ടികളെന്നല്ല, എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നത്. അല്ല, ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കണം. ഞാനൊക്കെ പറയുകയും ചെയ്യും. ഒരു 10 മിനിറ്റ് വിശന്നിട്ട് നോക്കൂ, വിശക്കല്ലേ ഇതന്നെ എല്ലാവരും. ആ എഴുന്നേറ്റാ? മുത്തു ചേച്ചി എന്തേ? മുത്തു ചേച്ചി അവിടെ കിടക്കുന്നു. അവൾ എഴുന്നേറ്റില്ലേ? ഇല്ല. നീ എഴുന്നേറ്റപ്പോ എന്താ അവളെ വിളിക്കാഞ്ഞത്? ഞാൻ വിളിച്ചു, അപ്പൊ ചേച്ചി ഭയങ്കര ക്ഷീണം. എന്ത് ക്ഷീണം? അത് ഇന്നലെ രാത്രി ചേച്ചി നല്ലപോലെ ചുമച്ചില്ലേ? ചുമച്ച? ആ. ആണോ? ഇന്നലെ അവള് ഭയങ്കര പണിയല്ലായിരുന്നു ഇവിടെ, അതായിരിക്കും. മുത്തേ, മുത്തേ, ഇതെന്താ എഴുന്നേക്കാത്തത്? അല്ല, ഞാൻ എണീച്ചായിരുന്നേ, പക്ഷെ എനിക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റണില്ല. ഒരു വയ്യായോ പോലെ. ഇവൻ പറഞ്ഞ നീ രാത്രി മൊത്തം ചുമയായിരുന്നു. അത് ഇന്നലെ രാത്രി ആകുമ്പോൾ എനിക്കൊന്ന് വിയർപ്പ് ഇറങ്ങിക്കാണും. ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഇവിടെ കിടന്നും അമ്മാതിരി പണി ചെയ്തപ്പോഴത്തേക്ക് ശീലമില്ലാത്ത കാര്യങ്ങൾ ചെയ്യല്ലേ എന്ന്. എന്തൊക്കെയാണ് തറ തുടക്കണ്, തുണി കഴുകണ്, ഇതൊക്കെ നിനക്ക് ശീലം ഉണ്ടാ? പനിയുണ്ടാ? പനിയൊന്നുമില്ല. ഉണ്ട്, ചൂടുണ്ട്. ഇല്ല ചൂടില്ല, എനിക്ക് തണുക്കുന്നു. നിനക്ക് നല്ല ചൂടുണ്ട്. നിനക്ക് രാത്രി ചുമച്ച് കിടന്നപ്പോഴത്തേക്ക് ഞങ്ങളെ വിളിക്കാറുന്നില്ലേ? അത് കുഴപ്പമില്ല. എന്താടാ വിളിക്കാഞ്ഞത്? അത് ഞാൻ റൊണാൾഡോ അമ്മനെ വിളിക്കാൻ ഉണ്ടാന്ന് ചോദിച്ചപ്പോ ഈ ചേച്ചിയാണ് പറഞ്ഞ റൊണാൾഡോ അമ്മനൊന്നും വിളിക്കണ്ട. കിടന്നുറങ്ങ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ചുമ്മാ പോണ പനിക്കുന്നു. നീ എഴുന്നേറ്റേ വാ, എഴുന്നേറ്റിട്ട് പല്ലകത്തേക്ക്. അപ്പൊ മാമിയുടെ ചൂട് ചായ എടുത്തോണ്ട് തരാം. വാ, അതൊക്കെ എഴുന്നേക്ക് വാ. നീ പല്ലതൊക്കെ ശരി. നീ അതിന് മുമ്പ് മാമനെ പോയി വിളിച്ചിട്ടോ, പൊതു ചേച്ചിക്ക് പനിയാന്ന് പറ കേട്ടാ. മാമാ അങ്ങനെ നല്ല ശരീരം വേനയുണ്ടല്ലേ. നീ ഇവിടെ ഇരിക്ക്. മാമിയേ ഒരു തുണി നനച്ചോണ്ട് വരാനായിട്ട് നെറ്റിയിലിടാം. ഇല്ല മാമി, അത്രയ്ക്കൊന്നും ഇല്ല. പിന്നെ നല്ല ചൂടുണ്ട്. ചൂട് മാത്രമേ ഉള്ളൂ. പിന്നെ ചുമയില്ലേ? അത് വല്ലപ്പോഴും. നീയേ പതുക്കെ എഴുന്നേറ്റ് പോയി പല്ല് തേക്ക്. അപ്പൊ മാമി നല്ല ചൂട് ദോശയും ചായയും തരാം. എന്നിട്ടൊരു ഡോളയും കൂടെ കഴിച്ചാൽ പനി മാറും. ഡോള വേണ്ട, അത് ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ഇല്ലാതെ കഴിച്ചുകൂടാ. ഒരു ഡോള കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നല്ല പനിയുണ്ട് കേട്ടാ. ഇല്ല, അത് ചൂട്. ആ
ഇന്നലെ രാത്രി തൊട്ടേ ഉണ്ടായിരുന്നു പനിയും ചുമയൊക്കെ. ചുമയോ? ഞാൻ ചുമയൊന്നും കേട്ടില്ലല്ലോ. അതിന് അച്ചാച്ചൻ ഇടി വീണാ കേൾക്കൂലല്ലോ, പിന്നല്ലേ ഒരാൾ ചുമച്ചാല്. അല്ല അമ്മ, അതെ ഇന്നലെ ഇവിടെ കിടന്ന് ഒരുപാട് പണി എടുത്തില്ലേ, അപ്പൊ അതിന്റെ ക്ഷീണം കൊണ്ട് പിന്നെ തലയൊക്കെ വേർത്തപ്പോ വന്നേരിക്കും. കുറച്ച് റെസ്റ്റ് എടുത്തങ്ങ് പോകും. ഇപ്പൊ ചുമ കുറഞ്ഞു. ഞാൻ പറയട്ടെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചൂടെ നമ്മളെ? അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. അവൾ ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ലെന്ന് അവൻ പറഞ്ഞു. ആണോ? ഭയങ്കര ചുമയായിരുന്നെന്ന്. ഇവക്ക് നമ്മളെ വിളിച്ചുകൂടായിരുന്നാ? അയ്യോ മാമ പോണ്ടാന്ന്. നമുക്ക് പോയി ഡോക്ടറെ കാണാം മക്കളെ. എന്തെങ്കിലും വന്നിട്ട് പിന്നെ നീ ഞാൻ പറഞ്ഞൊരു ഡോളോ കഴിക്കാൻ, അപ്പൊ അവള് പറയും ഡോക്ടറെ കാണാതെ കഴിക്കുന്നില്ല. ഈ വേഷമൊക്കെ മതി. ആ മാമനെ പേടിയുണ്ട്. വീടല്ലേ? ഡ്രസ് ഇത് തന്നെ മതി. വാ. ആരെ വിളിച്ചല്ലോ? നോക്കടാ റെഡിയാ. കനകൻ സാറില്ലേ? ആ മച്ചമ്പി. ദേ ആരാ? ഞാൻ ജിഷ. സാറിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. മനസ്സിലായില്ല? പറഞ്ഞാൽ മനസ്സിലാകും. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അല്ല, ഞാൻ അത്യാവശ്യം മോളെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ വന്നിരിക്കായിരുന്നു. അല്ല കുഴപ്പമില്ല, കേക്ക് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. വയ്യായിരിക്കല്ലേ? ഞാൻ കൊണ്ടുപോയിക്കോളാം. ഞാൻ ഉണ്ടല്ലോ. ഞാൻ മുത്തനെ കൊണ്ട് ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിക്കാം. പോയിട്ട് അക്കണ വരാലോ. അന്നാ അച്ചാച്ചൻ കൊണ്ടുപോട്ടെ. ഞാൻ കൊണ്ടുപോകാം. മച്ചമ്പി എന്തോ വെച്ചാൽ ചില ആവശ്യം കാണുമല്ലോ. അപ്പൊ നീ സ്കൂട്ടർ എടുത്തോ. ഓ ഞാൻ ഗൂഗിളിൽ പൈസ ഇട്ടേക്കാം കേട്ടാ. ആ ശരി, ഞാൻ കൊണ്ടുപോകണം. എന്തിനാണ് വിളിക്കണേ? ഞാൻ മൊബൈൽ എടുത്തോണ്ടോ. മാറടാ, മാറി. ഡ്രസ് കുഴപ്പമില്ലല്ലോ. കേറട്ടാമോ? കേറട്ടാ. കുളിച്ചിരിക്കണേ മക്കളെ. ഓ ഓ അയ്യോ, പയ്യ പയ്യ. എന്നെ എങ്ങനെ അറിയാന്നാ പറഞ്ഞ? ഞാൻ മുരളിയുടെ ഭാര്യയാണ്. മുരളി സാറിന്റെ കൂടെ പാരലൽ കോളേജിൽ ക്ലാസ് എടുത്ത. മുരളിയുടെ ഭാര്യയാണോ? അതെ. മുരളി എടി ഇംഗ്ലീഷ് സാറ്. ഞാൻ ഇടയ്ക്ക് പറയാറില്ലേ അവനെ പറ്റിയൊക്കെ. എവിടെ ഇപ്പോ? ഏട്ടന് ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. 2 വർഷമായി. അയ്യോ, ആണോ? അതെ, നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോ. ദേവി ആരും പറഞ്ഞു പോലും പറഞ്ഞിട്ടില്ല, നമ്മൾ അറിഞ്ഞതുമില്ലല്ലോ. ഞാനിപ്പോ വന്നത് ഒരു ഇൻഷുറൻസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സാറിനെ കണ്ട എന്തെങ്കിലും. അത് ക്ലെയിം കൊടുത്തില്ലായിരുന്നു? അപ്പോൾ അതൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ തരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനിക്കാർ കുറെ മുടന്തൻ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അവർ ചോദിക്കുകയാണ് ആ FIR-ന്റെ കോപ്പി വേണമെന്ന്. അല്ലേ, FIR-ന്റെ കോപ്പിയൊക്കെ ആദ്യമേ കൊടുക്കുന്നതല്ലേ? അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സാറേ. പക്ഷെ ഇപ്പോഴും അവർ വീണ്ടും അത് ആവശ്യപ്പെടുവാണ്. അല്ല, ഈ കോടതിയുടെ ചില നടപടിക്രമങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പം അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതിനൊക്കെ ഒരുപാട് സമയം എടുക്കില്ലേ സാറേ? ഞങ്ങൾക്ക് 2 ചെറിയ കുട്ടികളാണ്. ഈ വയ്യാത്ത ഏട്ടനെയും കൊച്ചുങ്ങളെയും വെച്ചുകൊണ്ട് എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. സാറ് വിചാരിച്ച എന്തെങ്കിലും നടക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പേരെന്താ പറയാ? എൻ്റെ പേര് ജിഷ. ജിഷ. ജിഷ എന്തായാലും തന്നെ ഇപ്പം ജിഷ എന്തായാലും ഇതിൻ്റെ പിറകിൽ നടക്കണ്ട. ഞാനൊന്ന് സ്റ്റേഷനിൽ അന്വേഷിച്ച് ഇൻഷുറൻസ് ഓഫീസിലൊക്കെ ഞാൻ തന്നെ പോവാം. ഇതൊക്കെ ശരിയാക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് വരാം. എനിക്ക് അവനൊന്ന് കാണാമല്ലോ. ചായ എടുക്കണം. അയ്യോ ഒന്നും വേണ്ട. കുടിക്കാം? വേണ്ട സാർ. കുഴപ്പമില്ല, ഇതിനാരും ഞാൻ നോക്കിക്കോളാം ഇനിയിപ്പോ. ഇല്ല കുഴപ്പമില്ല, ഇനി ഒരിക്കൽ വരുമ്പോൾ കുടിക്കാം. ഇറങ്ങട്ടെ. ശരി, എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞേ. ഞാൻ പറയാം. ആരും പറഞ്ഞു പോലില്ലല്ലോ ഏട്ടാ. മനുഷ്യനാണ്. അല്ല, അവനെങ്കിലും ഒന്നും പറയാറുന്നില്ല. ഇത് ശരിയാക്കാൻ പറ്റുമോ? ഇവന് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. പനിയാവാൻ ചാൻസ് ഉണ്ട്. ഇത് എന്തൊരു കഷ്ടമാണല്ലേ. എത്ര നേരമായി വിളിച്ചോണ്ടിരിക്കുകയാണ്. അച്ചാച്ചൻ ഒന്ന് ഫോൺ എടുത്തിട്ട് പറഞ്ഞൂടെ? അവൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയായിരിക്കും. പിന്നെ വണ്ടി ഓടിച്ചിട്ട് ഫോൺ ചെയ്യണ തീരെ ഇങ്ങനെ തന്നെയാണ്. ഫോൺ വെറുതെ കൊണ്ടു നടക്കണമെന്ന് തോന്നുന്നു. ആ കൊച്ചിനൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നമുക്കൊരു സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാമല്ലോ. ഞാനേ ആ മുരളി സാറിന്റെ കാര്യം ആലോചിച്ചോണ്ടിരിക്കുക.
കിട്ടുന്നുണ്ടോ? റിങ് ചെയ്യുന്നുണ്ട്, എടുക്കണ്ടേ? ശ്ശോ. അതൊന്ന് എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കേട്ടാ. അല്ല, നമ്മളത് ഞാൻ സാറിനെ കണ്ട് കാര്യം പറയാം. സാറ് നമ്മളൊരു കാര്യം പറഞ്ഞ സ്പീഡപ്പ് ആക്കും കാര്യങ്ങള്. ഏട്ടനൊന്ന് വിളിച്ചു നോക്കിയേ, അച്ചാച്ചനൊന്ന് വിളിച്ചേ. അല്ല കുഴപ്പമില്ല, വരുമോ? ഒന്ന് വിളിക്കേ. ഇവിടെ ഇരിക്കണവർക്കൊരു സമാധാനം വേണ്ട. മുത്തല്ലേ അത്? ഇതെന്താ ഓട്ടോയിൽ വന്നത്? പൈസ കൊടുക്കുമോ? വാ, എന്തുപറ്റി? ഗൂഗിൾ പേ നമ്പർ എത്ര? അത് സ്ക്രീൻ കാണിച്ചു തരാം. അച്ചാച്ചനെന്താ? ശരി. ഒന്നുമില്ല, വൈറൽ ഫീവർ. അത് കുറച്ച് ദിവസം കഴിയുമ്പോ റെസ്റ്റ് എടുക്കാൻ. നീ കുറച്ച് വെള്ളം മറ്റേ എടുത്താണ്. വെള്ളം വേണം. ഡോക്ടർ എന്താ പറഞ്ഞേ? ഒന്നുമില്ല അമ്മ, വൈറൽ ഫീവർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. പോവും. ഇപ്പൊ കുറവില്ലേ? പിന്നെ കുറവുണ്ട്. നിന്നിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ എവിടെ പോയി? റൊണാൾഡോ എവിടെ പോയത്? എനിക്ക് അറിഞ്ഞൂടാ. മാമ എന്നെ അവിടെ നിർത്തിയിട്ട് മെഡിസിൻ മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോയി. എത്ര നേരം അവിടെ ഇരുന്ന ദിവസം എനിക്ക് വയ്യാതായി. പിന്നെ നിവൃത്തിയില്ലാതെ എനിക്ക് ഒട്ടും വയ്യാതെ. മാമ എവിടെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എവിടെ പോയി എന്നെ അവിടെ നിർത്തിയിട്ട്? എവിടെയെങ്കിലും മാറി അവന്റെ കൂട്ടുകാരന്മാരെല്ലാം കണ്ടപ്പോ അവന്റെ കൂടെ പുറകെ പോയിട്ടുണ്ടാവും. കൈ പൈസ ഒക്കെ ഇരിക്കല്ലേ? അല്ല, നീ നിൽക്കുന്ന സ്ഥലം ഇനി അറിയാതെ പോയതാണോ? മാമി എന്നെ നിർത്തിയിട്ട് പോയി. കൊറേ നേരം അവിടെ നിന്ന്. എനിക്ക് വയ്യാത്തല്ലേ, അവിടെ നിന്ന് എനിക്ക് വയ്യാതെ. അതിന് മുമ്പ് ഇത്ര ഇല്ലായിരുന്നു. മക്കൾക്ക് എന്നെ വിളിച്ചോടെ ഞാൻ വരില്ലായിരുന്നു അങ്ങോട്ട്. ഈ മാമ ഇവിടെ നിന്ന് പിന്നെ അവിടെ വന്ന് ബുദ്ധിമുട്ടല്ലേ, പിന്നെ വീണ്ടും ലേറ്റ് ആവും. മാമ എപ്പോഴും ഇങ്ങനെ തന്നെ. റൊണാൾഡോ പണ്ട് നിനക്കല്ലേ സ്കൂളിൽ പരീക്ഷ എഴുതാണ്ട് കൊണ്ടുപോയിട്ട് അത് കളഞ്ഞിട്ട് പോയില്ലേ? അവന്റെ കൂടെ വിട്ട് എന്നെ പറഞ്ഞാൽ മതിയായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യത്തിന്? എന്താ അത്യാവശ്യം? ഇതിനെക്കാളും പിന്നെ എന്താ അത്യാവശ്യം നമുക്ക് ഇരിക്കുന്നത്? അല്ല ഒന്ന് പറഞ്ഞിട്ട് വെക്കൂടെ? അല്ല, അവൻ സ്കൂട്ടർ കൊണ്ടെങ്കിൽ വരുമല്ലോ. എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. ആ പോട്ടോ മക്കളെ. നീ വെള്ളം കുടിക്ക്. മകൾ വെള്ളം കുടിച്ചേ. അയ്യോ, ഇനി വന്നോ? ഇപ്പഴാ സത്യം പറഞ്ഞ ആശ്വാസം. എമ്മാതിരി ടെൻഷൻ അടിച്ചെന്നറിയോ? നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? അല്ല, ഞാൻ മെഡിസിൻ ടെൻഷൻ ഇടാ. നിന്നെ ഏൽപ്പിച്ചോട്ടെ ഞങ്ങൾക്ക് ആ ടെൻഷൻ. ഒരു കാര്യം വിളിച്ച് പറയണം മര്യാദക്ക്. നിനക്ക് വൈകുന്നു ഞാൻ കൊണ്ടുപോയിരുന്നല്ലോ എന്റെ കൊച്ചിനെ. ഞാൻ വേറൊരു ആവശ്യം. എന്താ ആവശ്യം നിനക്ക്? മാമ നിനക്ക് 100 ന്യായങ്ങൾ കാണാൻ പറയാനായിട്ട്. എനിക്ക് കേൾക്കേണ്ടത് മേലി ഏരി കണ്ടുപിടിച്ചില്ല. പൊച്ചോ നീ എന്റെ കണ്ണുപിടുത്ത് കണ്ടോണ്ടല്ലേ? പച്ചമ്മ ഞാൻ നീ പോടാ, അറിയാമോ? കൊണ്ടുവരുന്ന കൊച്ചിനെ കണ്ടോട്ടെ. മുത്തന്റെ മരുന്നിനകത്തിരിപ്പുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ശരിയാവും. മക്കളങ്ങത്ത് പോ. കൊണ്ടുവരുത്ത്. എന്താ പറയുന്നെന്ന് എന്ത് പറയാ? എന്ത് പറയാ? എന്തെങ്കിലും അത്യാവശ്യം? എന്താ അത്യാവശ്യം? ഇതിനേക്കാൾ വലിയ അത്യാവശ്യമോ? ആ മരുന്ന് എടുത്തു കേട്ടാ. ഇവിടെയൊക്കെ കൂടെ പറഞ്ഞു വിട്ട് എന്നെ പറഞ്ഞതല്ലേ? റൊണാൾഡിന്റെ വീടല്ലേ? ആ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റൊണാൾഡോ അച്ചാച്ചനെ എങ്ങനെ അറിയാം? ഇത് തന്നെയല്ലേ വീട്? ആരാ? ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ വെച്ച് റൊണാൾഡിന്റെ കണ്ടിരുന്നു. എൻ്റെ മോളുടെ ഡേറ്റ് അടുത്ത മാസമായിരുന്നേ. പെട്ടെന്ന് വയറുവേനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഇപ്പം സിസേറിയൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ വന്ന് പറഞ്ഞു ഓ പോസിറ്റീവ് ബ്ലഡ് വേണമുള്ള അതിനുള്ള ഒരാൾ വേണമെന്ന്. ഇതൊക്കെ എൻ്റെ ആദ്യത്തെ അനുഭവമല്ലേ. ഞാൻ ഒരുപാട് കരഞ്ഞു. അപ്പോൾ ഉമ്മ കരയണ്ട, ഞാൻ രക്തം തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടുപോയി. എനിക്കുണ്ട എല്ലാ സഹായം ചെയ്തത് ഇവിടുത്തെ റൊണാൾഡോ. സുഖമായിരിക്കുന്നു, പെൺകുഞ്ഞാണ്. എനിക്ക് ഒരു നന്ദി പറയാൻ പോലും പറ്റിയില്ല. റൊണാൾഡോ ഇവിടെ ഇല്ലേ? റൊണാൾഡോ അച്ചാച്ചനെ പുറത്തോട്ട് പോയിരിക്കുക. ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. ആണോ? വരുമ്പോ പറയാം. ഇത് കുറച്ച് മധുരമാണ്.
എല്ലാരും കഴിക്കണം. എനിക്ക് ഒരുപാട് സന്തോഷമായി. റൊണാൾഡിനോടൊന്ന് പറയണം. പറയാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ശരി. ഞാൻ അപ്പോഴേ പറഞ്ഞു ഏട്ടനോട്, കോടതിയിലാണെങ്കിലും പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ ചോദിക്കും. എന്നോട് ഞാൻ പറഞ്ഞ് അച്ചാച്ചൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊന്ന് ചോദിക്കുന്നു. ഇടി ഒരു കണക്കിന് നോക്കുമ്പോൾ യവൻ ചെയ്തത് ശരി തന്നെയാണ്, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ മറ്റൊരു അർത്ഥത്തിലോ നമ്മുടെ കുഞ്ഞു അവിടെ ഒറ്റയ്ക്കായി പോലായിരുന്നു. പ്രായപൂർത്തിയായ പെണ്ണല്ലേ, ഈ കാലം വല്ലാത്ത കാലമാണ്. ഒന്നും വയ്യാതിരിക്കുന്നു. ഒന്ന് ഞങ്ങളെ വിളിച്ച് പറയണ്ടേ? അല്ല അവരോട് പറയണ്ടേ കാര്യങ്ങൾ? ശരി. അപ്പൊ അവർ നല്ല കാര്യമല്ലേ ചെയ്യുന്നു.